ഷീലാസ് ടേസ്റ്റ് ലാൻഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ഉള്ള ആളുകൾക്ക് അധികം പരിചയമില്ലാത്തൊരു വിഭവമാണ്. എന്നാൽ നമ്മുടെ മുൻ തലമുറയ്ക്ക് വളരെയധികം പരിചയം ഉള്ളൊരു വിഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് പൊടിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. പരിപ്പ് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാ വാങ്ങിക്കാൻ കിട്ടാന്ന് വെച്ചാൽ അത് എവിടെയും വാങ്ങിക്കാൻ കിട്ടുന്നൊരു കാര്യമല്ല, നമ്മൾ ഉണ്ടാക്കി തന്നെ എടുക്കണം. പക്ഷെ ഈ ഒരു പരിപ്പ് പൊടി കൂട്ടി ഊണ് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാരോടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ കുറച്ച് മുതിർന്ന ആളുകളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ അധികം ആളുകൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ അങ്ങനെ ഒരു റെസിപ്പി ചെയ്യാന്ന് വിചാരിച്ചത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള റെസിപ്പി ഒന്നുമല്ല, കുറച്ച് ക്ഷമ വേണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, ഏറ്റവും ഈസി ആയിട്ട് ക്ഷമയുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പക്ഷെ അത് കഴിക്കാൻ അതുപോലെ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന റെസിപ്പി തന്നെയാണ്. അപ്പൊ എല്ലാവരും മറന്നു തുടങ്ങിയ ഈ പരിപ്പ് പൊടി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോ നമ്മള് പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത പരിപ്പാണ്. അത് ഞാൻ ചട്ടിയിൽ വെക്കാൻ പോകുന്നതുകൊണ്ടാണ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തത്. പ്രഷർ കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോക്ക് ചെയ്താൽ വേഗം കുക്കാവും, സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും കുക്കാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചതച്ച മുളക്, കടുക്, കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ഈ പരിപ്പിന്റെ കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയും മുളകും ഒക്കെ നമ്മൾ അവസാനം ചതച്ചേ ചേർക്കുള്ളൂ. ഇപ്പൊ നമുക്ക് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന പരിപ്പാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വിസിലിന് കുക്ക് ആവും എന്നുള്ളത്. ചില പരിപ്പ് വേഗം തന്നെ കുക്കാവും, 1 വിസിൽ വരുമ്പോൾ തന്നെ കുക്കാവും. ചില പരിപ്പ് 2 or 3 വിസിൽ വരുമ്പോഴേ കുക്കാവുള്ളൂ. അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. പരിപ്പിൽ അധികം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴഞ്ഞു പോകുന്നത് പോലെ കുക്ക് ചെയ്യരുത്. ഇപ്പൊ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്തതിന് ശേഷം പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ ചട്ടിയിൽ വെള്ളം വെച്ചതിന് ശേഷം വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴാണ് പരിപ്പും പയറൊക്കെ ചേർക്കാറുള്ളത്. ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഞാനിപ്പോ ചട്ടിയിൽ തന്നെ പരിപ്പ് എടുത്ത് വെച്ചതുകൊണ്ട് വേറെ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളം നമുക്ക് ഈ പരിപ്പിലേക്ക് ഒഴിച്ച് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് പരിപ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ പരിപ്പിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് ഇതുപോലെ ഒടിച്ച് ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് വേപ്പില ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. അപ്പൊ ചട്ടിയിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ചൂടുവെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളം ചേർക്കുക, അതുപോലെ തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുക. പിന്നെ പരിപ്പ് കുക്കായി വരുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണ്, കുക്കാവാൻ വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് പരിപ്പ് വേഗം തന്നെ കുക്കായി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ പരിപ്പ് വേഗം കുക്കായി കിട്ടും. പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. ഇതൊക്കെ നമ്മുടെ അമ്മമാര് പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കില്ല. പരിപ്പ് കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി പരിപ്പ് കുക്കായി വരട്ടെ. കുക്കായി വരുന്നത് വരെ നമുക്ക് വേറെ ജോലികളൊന്നും ചെയ്യാൻ. പരിപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പിലെ വെള്ളം വേഗം വറ്റിപ്പോവും, പരിപ്പ് കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അതുകൊണ്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് കുക്കായി വരണം. ആ സമയത്ത് ഉള്ളിയും മുളകും ചതച്ചെടുക്കാം. ഉള്ളിയും മുളകും ചതച്ചെടുക്കാന്ന് വെച്ചാൽ ഉള്ളി മാത്രം ചതച്ചെടുത്തിട്ട് മുളക് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയും മുളകും ഒരുമിച്ച് ചതച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ പരിപ്പ് കുക്കായി വരട്ടെ. ഇപ്പൊ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ കുഴഞ്ഞു പോവാതെ വെള്ളം വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിരുന്നില്ല, പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ബർണറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പിലേക്ക് ഇനി ഉപ്പ് പിടിച്ചോളും. നമ്മൾ പ്രഷർ കുക്കറിലാണ് പരിപ്പ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. ചില പരിപ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുക്ക് ആവില്ല. ഇപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങി. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം.
പിന്നെ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും മുളകും ചതച്ചെടുക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളിയും മുളകും ചതച്ചെടുക്കുമ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും. അതപ്പോൾ ഉള്ളിയും മുളകും ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചതയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പിന് കാണാൻ കളർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റേജ് ഒഴിവാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചില്ല എന്നുണ്ടെങ്കിൽ കടുക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുന്നത്. ഇപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചേർക്കാം. ഉള്ളിയുടെയും മുളകിൻ്റെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ മാറി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വെളിച്ചെണ്ണ കറക്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. നമ്മൾ പരിപ്പ് കുക്ക് ചെയ്തപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചേർക്കണം എന്നുള്ള ആളുകൾ, ഇപ്പോൾ ഗ്യാസ് ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ആളുകളാണെങ്കിൽ ഒരല്ലി വെളുത്തുള്ളി ഈ ഉള്ളിയുടെയും മുളകിൻ്റെയും കൂടെ തന്നെ ചതച്ച് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിക്കുമ്പോൾ ഒരല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടതിന് ശേഷം പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ മാത്രം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി വേഗം കരിഞ്ഞു പോകും, നമ്മുടെ ഉള്ളി കുക്കാവുമില്ല. ഇനി ഈ റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ പരിപ്പിൽ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ എടുക്കണം കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കിത് പൊടിയാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെള്ളം വളരെ കുറച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി പകുതി കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഈ ഒരു സ്റ്റേജ് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ പല മെഴുക്കുവരട്ടി റെസിപ്പീസും ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാറുണ്ട്. നമ്മൾ ഉള്ളിയും മുളകും ചതച്ചത് ചേർത്തതിന് ശേഷം ഒന്ന് കുക്കായി വരുമ്പോൾ ഇതുപോലെ മുളക് പൊടി ചേർക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പരിപ്പ് പൊടിയാണെങ്കിലും അതുപോലെ തന്നെയാണ്. പരിപ്പിൻ്റെ കളർ ഭംഗി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത കാശ്മീരി ചില്ലി പൗഡറും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ആഡ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പരിപ്പ് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോയി പേസ്റ്റ് പോലെ ആയിപ്പോയി എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയും മുളകും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി, ഈ പരിപ്പിൽ ഇപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി പരിപ്പ് കറക്റ്റായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ കാണാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുഴഞ്ഞു കഴിഞ്ഞു, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ സൈഡിൽ ഇതുപോലെ പരിപ്പ് പിടിച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ പരിപ്പ് പിടിച്ചു വരും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്പാറ്റില കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ കയ്യിലെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ കഴിക്കുന്ന പോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ പരിപ്പ് പൊടിഞ്ഞു വരും. ഇങ്ങനെയാണ് നമ്മൾ പരിപ്പ് പൊടി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വീണ്ടും ഇളക്കുക, ചട്ടിയിൽ പിടിച്ചു വരുമ്പോൾ ഇളക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു സ്റ്റേജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും പോർഷൻ പറഞ്ഞു തന്നത്. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പൊടിച്ചു തുടങ്ങുന്നത്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് കാണാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഒരു 3/4 ഭാഗം ആയി കഴിഞ്ഞു. നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ പിടിക്കുന്നത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് തന്നെയാണ് ഇതിലെ പരിപാടി. ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് പരിപ്പിലേക്ക് കറക്റ്റായിട്ട് പിടിക്കില്ല. നമ്മൾ ഉള്ളിയും മുളകും ചതച്ചത് ചേർത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരും പരിപ്പിൽ. ആ വറ്റി വരുന്നതനുസരിച്ചാണ് പരിപ്പ് ഡ്രൈ ആയി വരുന്നത്. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തിട്ടില്ല.
അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്ത് നോക്കൂ കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതുപോലെ കുറച്ച് സമയം എടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതുപോലെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. സമയമില്ലാത്തപ്പോൾ പരിപ്പിൻ്റെ ഈ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പരിപ്പിൻ്റെ റെസിപ്പി ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെ കഴിക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള കറി കണ്ടിട്ടില്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ 2-3 പരിപ്പ് റെസിപ്പീസായി ഞാനിപ്പോൾ ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അധികം ആളുകൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഈ റെസിപ്പി അധികം ചെയ്യാൻ സാധ്യതയും കുറവാണ്. പണ്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടാവും, പിന്നീടുള്ള തലമുറ ഇത് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. പരിപ്പും തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കറിയാണ്. നമ്മളിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാനപ്പോൾ അത് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി ആണെന്നുള്ളത് അന്ന് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ എല്ലാവരും രാവിലെ തന്നെ നമ്മൾ എത്തണം എന്നുള്ള ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോരുമ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്താ കറി, പരിപ്പും തക്കാളിയും. അതാണ് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. ഞങ്ങൾ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും കറി എന്താണെന്ന് ചോദിക്കുമ്പോൾ പരിപ്പും തക്കാളിയും എന്നുള്ളതാണ് പറയാറുള്ളത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന അവസരങ്ങളിൽ മിക്കവർക്കും അറിയാം. എല്ലാവരും നമ്മൾ ഫംഗ്ഷൻസിന് പോകുന്ന ദിവസം ഇതാണ് നമ്മുടെ വീടുകളിലെ കറി എന്നുള്ളത്. ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലും കൂടുതലായിട്ട് പൊടിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇല്ല ഈ ഒരു സ്റ്റേജ് മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പരിപ്പ് പൊടി റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവുന്നത് നമുക്ക് ഇതിൻ്റെ ചൂടും നന്നായിട്ട് മാറി കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പരിപ്പ് പൊടി ഇരിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചൂട് മാറി കഴിയുമ്പോൾ എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും പരിപ്പ് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക, അതുപോലെ കഴിച്ചു നോക്കിയിട്ടില്ലാത്ത ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കി കഴിയുമ്പോഴേ ഈ പരിപ്പിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ രീതിയിലും പരിപ്പ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ക്ഷമ വേണമെന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ചെയ്തു വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.